സാറും ഇക്ക മറ്റേ ഇതെടുത്തൂല ഐഡിയപരമായിട്ട് അരി കയറുന്നു ഏടാ 5 വേണം പറഞ്ഞേക്ക് മിണ്ടല്ലേട്ടാ ഞാൻ പഠിക്കും നസീറിന് പഠിക്കും പാലങ്ങനെ കുറേ തോന്നുന്നു നീല്ലാണ്ടേ തെണ്ടീരാ പോയി നീ എൻ്റെ അടുത്തുനിന്ന് നീ പോയി ചേടാ അവൻ പോയാ നല്ല സാധനമായിരുന്നത് എനിക്കൊരു മീഡിയം ചെറുതായിരുന്നു അപ്പം നസീർ ഇവിടുന്നൊരു ഏതാ ഫ്രോഗ് മാക്രിയിൽ അവനിക്കവിടെ കിട്ടി ലാർക്കിൻ്റെ മാക്രിയിലേ ഏത് ടൈപ്പ് സാധനം കയറിക്കോളൂ കേട്ടോ അപ്പോൾ ഞങ്ങൾ 4 ഫ്രോഗ് എടുത്തതിൽ രണ്ടാമത്തെ ഫ്രോഗിൻ്റെ റിസൾട്ടാണ് കാണിക്കണത് ഞാൻ അറിയാൻ നിൽക്കാണ്ടില്ല ഇത് മിക്കവാറും അവിടെ ഇട്ടോ നിങ്ങളുടെ വീഡിയോ എടുക്കണം നോക്കിക്കൊണ്ട് ഈ അരികെ പാനി കിട്ടുള്ളൂ കുറച്ച് അറിഞ്ഞു കഴിഞ്ഞിട്ട് പോയാൽ പോരെ നീ ഇവിടെ കവർ ചെയ്യും ഞാൻ ഈ സൈഡ് കവർ ചെയ്യട്ടെ ആ അപ്പോൾ നസീറിന് മാക്രിയിൽ രണ്ടാമത്തെ ബ്രാലിട്ടോ നസീറേ ഞാൻ കഴിഞ്ഞ് കാണുന്നത് മീനില്ലാത്ത സ്ഥലത്ത് ഞാൻ അപ്പം മാക്രിയിൽ വീണ്ടും ആ പൊട്ടിയങ്ങനെയാട്ടോ റിലീസ് ചെയ്ത് ചപ്പും അത് പൊട്ടിയങ്ങനെയാണ് ഒരു ബ്രാലിന് എനിക്കറിയാം നമുക്ക് കെഞ്ചൻ്റെ അവസ്ഥ എന്നൊക്കെ സുഹൃത്തുക്കളെ മീനുള്ള സ്ഥലം കെഞ്ചൻ്റെ അവസ്ഥ എന്നൊക്കെയാണ് ആറെണ്ണം 8 എണ്ണം അടിച്ചോ അപ്പോൾ ലാർക്കിൻ്റെ എന്ത് സാമാനാ മാക്രിയിൽ എണ്ണ ഓർക്കണം 3ാമത്തെ ആണോ കഴിഞ്ഞ ദിവസത്തെ എപ്പിസോഡിലിട്ടാണ് ഇത് കഴിഞ്ഞിട്ട് മാക്രി
അടിപ്പൻ ബ്രാൽഡ സൈസ്. അടിപ്പം ബ്രാൽ എന്ന് പറഞ്ഞാൽ അടിപ്പം ബ്രാല്. ലാർക്കിൻ്റെ മാക്രിയിൽ പൊള്ളിപ്പൻ സാധനം. അപ്പോൾ ചെറുതും വലുതും എല്ലാ സൈസും കയറുമെന്ന് മനസ്സിലായില്ലേ? എന്ത് ബ്രാലാന്ന് നോക്കി. ചൂണ്ടയിടാൻ നേരത്ത് കോള് വന്നു കഴിഞ്ഞാൽ ഇത് ഭ്രാന്തായിരിക്കും എന്ന് പറയുമോ. അത് ഇതേപോലെയുള്ള സന്ദർഭങ്ങൾ ആലോചിച്ച് നോക്കി. മൊത്തം വെള്ളമായതുകൊണ്ടേ നമ്മുടെ കൊല്ലി അവിടെ ഇരിക്കുകയാണ്. പോയതായിരുന്നു. ഫ്രോഗ് വിട്ടുള്ളല്ലേ, സോറി, ഞാൻ വെറുതെ തല്ലി പിടിച്ചു. അത് ഫ്രോഗ് ഊരി പോന്നാ ആകെ നശിപ്പിച്ച് തവിട് കൂടിയാക്കി. വിടാറായിട്ട് ഇറങ്ങിയത്. ലാർക്കിൻ്റെ നമ്മുടെ സെക്കൻഡ് പീസാണ് നമ്മൾ ടെസ്റ്റ് ചെയ്തേക്കണം. 4 പീസുണ്ട്, അതിൽ സെക്കൻഡ് പീസാണ് നമ്മൾ ടെസ്റ്റ് ചെയ്തേക്കണേ. ഏത് മാക്രി. നല്ല പേരും കുഴപ്പമില്ലാത്ത സ്ട്രൈക്കും കിട്ടുന്നുണ്ട്. നല്ല ലോങ്ങും ഉണ്ട് കേട്ടോ. 8 ഗ്രാമുള്ളെങ്കിൽ അത്യാവശ്യം നല്ല ലോങ്ങും ഉണ്ട്. അതുകൊണ്ട് ചെറുതും വലുതൊക്കെ കയറും. അയ്യോടാ, റെക്കോർഡ് ഓണാക്കാൻ മറന്നു പോയി, സോറി ബായ്. അപ്പോൾ റെക്കോർഡ് ഓണല്ലായിരുന്നു. കുഴപ്പമില്ലാത്ത തെറ്റില്ലാത്തൊരു ബ്രാൻഡ് കിട്ടിയിട്ടുണ്ട്. സൈസാ. എന്ത് ചെയ്യുമെന്നൊരു ഐഡിയ അല്ല. വേറെ കവറൊന്നുമില്ല. കൊല്ലിയാണ് അവൻ്റെ കയ്യിലാണ്. ആ കെണിയുണ്ട്. ഒരാൾ പോകില്ല ഉള്ള. നല്ല ഉക്കപ്പാട്ടാ. മാക്രിയുടെ ഫ്രോഗ് ആകെ കിലാപത്താക്കി വെച്ചേക്കാണ്. ഇത്രയും ഉക്കപ്പൊന്നും വേണ്ടായിരുന്നു. മൊത്തം വെള്ളത്തിൽ കൂടെ നമ്മൾ നടക്കാൻ പോകണം. ഇവനാണെങ്കിൽ അന്യായ ഉഷാറിൽ നിൽക്കുകയാണ് ഈ മീനുകൾ. ഈ ബിരാലുകൾ അന്യായ ഉഷാറിൽ നിൽക്കുകയാണ്. അപ്പോൾ ചിലപ്പോൾ ചാടിപ്പോകും, ചിലപ്പോൾ കിട്ടും. ആ ഒരു കണ്ടീഷൻ്റെ മുട്ടോളം വെള്ളത്തിൽ ഇറങ്ങിപ്പോണേ ഉള്ളൂ. വെള്ളം കൂടിയാ നമ്മൾ ഡാം തുറന്നുള്ളൂ എന്ന് പറഞ്ഞായിരുന്നു. വെള്ളം കൂടിയാണ്. എന്തായാലും വെള്ളം കയറും. ബോട്ടിൽ വെള്ളം കയറി നടക്കാനേ പറ്റുള്ളൂ. ഇവർ പിടക്കലും കൊണ്ട് പഠിച്ച ചുണ്ടെങ്ങാനും പൊട്ടിയാലും കെണിയാ ഇമാർ വെള്ളത്തിൽ പോകും. രക്ഷപ്പെടും. ചുണ്ട് പൊട്ടിയാലും പിടയ്ക്കാതെ പോകണം. കൊല്ലിയൊക്കെ അവിടെ ഇല്ല. ടാസ്കി ഗെയിമിലൂടെയാണ് ഞാൻ പോണേ. എന്താ അപ്പുറം ഇപ്പുറയും വെള്ളം. ഇത് എവിടെ ഇട്ടിട്ട് വലിക്കണമെന്നില്ല. എവിടെയൊക്കെ
ഒരു വെച്ച് കഴിയുമ്പോൾ ഒരു ചാടി ഓടുന്ന കരയിലെത്തിക്കുക ഫസ്റ്റ് അല്ലേ, അല്ലെങ്കിൽ ഓടാൻ പോയപ്പോൾ ഉള്ളതും പോയി എന്ന് പറഞ്ഞാലോ. അവിടെ നല്ല സ്പോട്ടായിരുന്നു, ഒരേറും കൂടി ഇറങ്ങി ചിലപ്പോൾ മീനടിക്കും. പക്ഷെ നമുക്ക് ഇവനിപ്പോൾ കരയിലെത്തിക്കണം. മൂന്നെണ്ണം പിടയ്ക്കാതെ കൊണ്ടുപോകണേ. ലിപ്പർ നമ്മുടെ നോയ്ബിയാണ്ടാ, നോയ്ബയുടെ ലിപ്പർ അടിപൊളി ലിപ്പറാണ്ടാ. ചുണ്ട് പൊട്ടിപ്പോയാലുള്ളൂ, എന്നാലും ലിപ്പർ വിട്ടുപോകില്ല. നല്ല ലിപ്പറാണ്, അടിപൊളി ലിപ്പറാണ്. നല്ല വെയിറ്റ് ഉണ്ട് കേട്ടോ, കൈ കടച്ചിലിടുന്നു. അത്യാവശ്യം വെയിറ്റ് ഉണ്ട്. രക്ഷപ്പെട്ടു, നമ്മൾ കരയെത്തി. ഈയാ നാലാമത്തെ വരാല എനിക്ക്. എന്ത് സൈസ് ബ്രാലാ നോക്കി. എൻ്റെ കാലുണ്ട പട്ട 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 അങ്ങനെ. എൻ്റെ കയ്യിൽ ഒന്നുമില്ല, എൻ്റെ കയ്യിൽ കവറില്ല. കവറില്ല, അതുകൊണ്ട് ഒന്ന് അടുങ്ങി കിടക്കുക. കണക്ഷനാടാ അത്. നീ ഇപ്പോൾ രക്ഷപ്പെടുകയായിരുന്നു, ഞാൻ രക്ഷപ്പെടുത്തില്ലേ, നീ രക്ഷപ്പെടാതിരിക്കാൻ വേണ്ടി. 4 ഒരു ലിപ്പർ, നോയ്ബയുടെ ലിപ്പറിൽ അഡ്ജസ്റ്റ്മെൻറ്റിൽ ഞാൻ തൂക്കിയിട്ടേക്കണ്ട. 4 സാധാ നോർമൽ ടൈപ്പ് അല്ല, 3 ഒരു നോർമൽ, 1 മൽപ്പാൻ വിരാല. ആ തൂക്കിയേക്കാണ്, ആ സൈസ് വിരാല. ആ അതേ തന്നെ. അപ്പോൾ നല്ലൊരു സൈസ് ബ്രാൻഡ് നമ്മുടെ സുഹൃത്തിന് കിട്ടിയിട്ടുണ്ട് കേട്ടോ. സുഹൃത്തിന് കിട്ടിയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇൻസ്റ്റ വഴി നേരെ ഫേസ്ബുക്കിൽ വന്ന്, അല്ല യൂട്യൂബിൽ വന്നിട്ട്, യൂട്യൂബിൽ വഴിയാണ് നമ്മൾ മീറ്റ് ചെയ്ത് കണക്ട് ചെയ്ത് പരിചയക്കാരൊക്കെയാണ് നിൽക്കുന്നത്. അപ്പോൾ ഇവരിവിടെ വന്നു. അപ്പോൾ ഇവർ വന്ന സ്ഥലമാണ് സ്പോട്ട്, ഇവിടെ ഓൾറെഡി ഇവർ വരുന്ന സ്ഥലമായിരുന്നു. അപ്പോൾ നമ്മൾ വന്നു കഴിഞ്ഞാൽ മീറ്റ് വേണ്ട. നല്ല സൈസ് ബ്രാൻഡ്. ബഷീർഖാൻ ആ കാറിൽ നിൽക്കണേ. ആ അവനെന്താ അവിടെ നിൽക്കണേ, അവനടുത്ത് പോലെ ലിപ്പറിന്ന് ചുണ്ട് പൊട്ടി മിസ്സാവണ്ടായിരുന്നു. അപ്പോൾ ഒക്കെ അതിനൊരു അഡ്ജസ്റ്റ്മെൻറ്റ് പിടിച്ചിട്ടുണ്ട്. എൻ്റെ കൊല്ലിയല്ലേ, ആ കൊല്ലിയിലിട്ട് നടക്കുക. ചെയ്യണേ പുള്ളിയുടെ ഇപ്പൊ ഇവിടെ വരെ അടിച്ചു വലിച്ചോണ്ട് വന്നാണ്ട്. പുള്ളിക്ക് കുറെ അടിച്ചേണ്ട്. മാഷെ ഇവിടെ തന്നെ നിന്ന് അറിഞ്ഞിട്ട് എന്താ കാര്യം? ആ മാറ് മാഷ കുറച്ച് നേരത്തേക്ക് പിന്നെ അടിക്കൂല. എന്റെ ഒരാൾ ഒന്നും ഇടിക്കാറ് ഒന്നും അല്ലാതെ ഞാൻ പിടിച്ചേക്ക നാടനാ. നാടൻ പറഞ്ഞിട്ടല്ലോ വിളിയാറാൻ പറയണേ. വിയറ്റ്നാം അടിക്കുമ്പോ ഞാൻ ഒരു കളയല്ലേ. സാറ് ബഷീർക്ക. എടാ നിന്റെ പേര്? സനാജ്. സനാജ്. ജമ്പനും തുമ്പനും. ജമ്പനാരാ? നിന്റെ പേര് ചിന്നൻ. സനാജും ചിന്നനും നമ്മുടെ നസീറും നമ്മളപ്പോൾ ഗ്രൂപ്പ് ഫിഷിങ് നടത്തിയതാ. കുഴപ്പമില്ല, നമ്മുടെ ഗ്രൂപ്പിന്റെ എണ്ണ അനുസരിച്ച് ഇത്രയും കിട്ടിയാൽ പോരാ. കാക്ക
നമ്മൾ പാമ്പിനെ കണ്ടാലും ഇതാണ് കേട്ടോ അടിയിൽ നിന്നാണ്. ആ സാറിന് അങ്ങനെ മാഷിന് ഒരു നല്ലൊരു മീനടിച്ചാൽ കേട്ടോ. നല്ല ബ്രാല്, സൈസ് ബ്രാല്. അത് സാറിന് അത്യാവശ്യം സൈസ് ബ്രാലിനെ കിട്ടിയാണ് കേട്ടോ. മീനടിച്ച് ടയേർഡായിട്ടിരിക്കുന്നു നോക്കി. പക്ഷെ കയറി അത്യാവശ്യം. പക്ഷേ ഞങ്ങളൊന്നും ഉച്ച കഴിഞ്ഞിട്ട് കാസ്റ്റിംഗ് ഇറങ്ങാനായിട്ട്, ഫുഡ് കഴിച്ചിട്ട് കാസ്റ്റിംഗ് ഇറങ്ങാനായിട്ട് ഭയങ്കര ഷോക്കാണ്. ഇപ്പോൾ നമ്മളിങ്ങനെ ഒരു മൂഡിലിങ്ങനെ നിൽക്കുകയാണ് വല്ലാത്തൊരവസ്ഥയിൽ. ഉച്ച കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കും തളർച്ചാൽ മീനും തളർച്ചാന്ന് പറഞ്ഞാൽ ഒരു ഫ്രോഗിനെ ഫോളോ ചെയ്ത് അറ്റാക്ക് ചെയ്യാനുള്ള ശേഷിയില്ലാന്ന് പറഞ്ഞാൽ മീനും രാവിലെ കിടന്ന് ഓടിയിട്ട് അത് തന്നെ ആ പവർ കിട്ടും. അടിച്ച അവസ്ഥ അടിച്ചെന്ന് പറയുമ്പോൾ വേറെ ഒന്നും തെറ്റിദ്ധരിക്കരുത്. മീനടിച്ച് ശോകമുഖമായി. രാവിലെ ഒരുപാട് മീനിനെ കിട്ടി, അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ മീനിനെ കിട്ടി. ഞങ്ങളെ ഒന്നിച്ചൊക്കെ കാട്ടിത്തരാട്ടോ. അപ്പോൾ ഇത് നമ്മൾ റെസ്റ്റിലാണ്, ബാക്കിയുള്ളവർ അപ്പുറപ്പുറൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഉച്ച കഴിഞ്ഞിട്ട് നമുക്ക് ഇവിടുന്ന് റിസൾട്ട് കുറവാണ്. ഈ അന്തരീക്ഷം, വെയിൽ ഡീഹൈഡ്രേഷൻ, അതുപോലെ തന്നെ ശരീരത്തിന് എനർജി കിട്ടുന്ന യാതൊരു ഫിഷിങ് ദാരിദ്ര്യം പിടിച്ചവൻ്റെ പണിയല്ല ഫിഷിങ്. ദാരിദ്ര്യത്തിൽ നമുക്ക് ഫിഷിങ്ങിന് പോയാൽ എൻജോയ് കുറച്ച് ഫ്രൂട്ട്സ് എന്തെങ്കിലും അടിച്ച് കയറേണ്ടി ഫ്രൂട്ട്സ് വേണം. അതുപോലെ ഗ്ലൂക്കോസ് അതുപോലെ എന്തെങ്കിലും വേണം. അതെന്തെങ്കിലും നമുക്കിത് പിടിക്കാൻ നോക്കാം. സ്പോർട്സ് ഫിഷിങ് അടിപൊളി ഫുഡ് ഉണ്ടായതാണ്. ഏതാ ബിരിയാണി? ഓ ബിരിയാണി നെയ്ച്ചോറ് തിന്നാൻ പറ്റില്ല ശരിക്കും പറയാം. വെറും ചോറ് തിന്നാനില്ല, ഈ ക്ഷീണം ഉണ്ടാവില്ല. ഞാൻ ബ്രാല് അപ്പോൾ എണ്ണം തുടങ്ങിയിട്ടുള്ളൂ നമ്മൾ കേട്ടോ. ഈ 3 കൂട്ടിയുള്ള എടാ സനാജ ആദ്യം പിടിച്ച ബ്രാൻഡ് മൂക്ക് ചളങ്ങിയാണ് കേട്ടാ. അത്രയും ചെറിയ ബ്രാൻഡാ. ഞാൻ കണ്ടായിരുന്നു. വലയല്ലാട്ട ചൂണ്ടയിൽ കയറിയേക്കണ മീനാട്ടാ. അത് നമ്മള് കഴിഞ്ഞ വീഡിയോയില് ലാർക്കിന്റെ 4 ഫ്രോഗ് നമ്മൾ എടുത്തു എന്ന് പറഞ്ഞത്. 4 ഫ്രോഗില് ലാർക്കിന്റെ ബേബി ടൈഗറാണ് നമ്മൾ എടുത്തത്. പക്ഷേ ഇത്തവണ നമ്മള് മാക്രിയാണ്. മാക്രി നമ്മൾ ഉപയോഗിച്ചു, ലാർക്ക് ഉപയോഗിച്ചാറും മറ്റേ ബേബി ടൈഗർ ഉപയോഗിച്ചാറും. പക്ഷേ ഒന്നും കൂടി എഫക്റ്റീവായത് നമുക്ക് ഇത്തവണ ഇതാണ്. അപ്പോൾ കുഴപ്പമില്ല, രണ്ടാമത്തെ സക്സസ് ആണ്. ഇനിയിപ്പം 2 ഫ്രോഗും കൂടി ഉണ്ട്, അത് നെക്സ്റ്റ് വീഡിയോ നമുക്ക് കാണിക്കാം. ഓക്കെ അല്ലേ? ഇത് നോക്കി എൻ്റെ പൊന്നടാ സാധനം മാക്രി ലാർക്കിന്റെ മാക്രി മാത്രമല്ല, ഒട്ടുമിക്ക എല്ലാ ഫ്രോഗുമേ അടിക്കൂട്ടാ. ഇന്ന് അത്യാവശ്യം നല്ലോണം ഈ ലാർക്കിന്റെ നാണം കെട്ടുവോ? ലാർക്കിന്റെ മാക്രി ഓഫായിട്ടും അത് അടിയാണ്. ഇതിന്റെ ഇടയ്ക്ക് നീ മിണ്ടണ്ട, അത് ഓക്കെയാണ്. നീ മിണ്ടണ്ട, സ്ക്രീനൊക്കെ ഉണ്ട്. അത് വർക്ക് ചെയ്യണ്ട്. ഞാൻ മിണ്ടണ്ട. ലാർക്കിന്റെ മാക്രിയാണ്. ഈ ലാർക്ക് മാത്രമല്ല, എല്ലാ ഫ്രോഗും മീൻ അടിക്കൂട്ടാ. ലാർക്ക് മാത്രമൊന്നുമല്ല. ഇന്ന് ഞങ്ങൾ ലാർക്കിന്റെ മാക്രി ഇട്ടാണ് യൂസ് ചെയ്തത്. ഇത് ഈ ചെറും കിട്ടിയത് ലാർക്കിന്റെ എക്സോട്ടിക്കും വേണ്ട. പിന്നെ ഇതിൽ ഈ ബ്രാല് കിട്ടിയത് പ്രൊഗി വാരിയറിന്റെ എംബറർമാണ്. ബാക്കിയെല്ലാം മാക്രിയിലാണ്. ലാർക്കിന്റെ മാക്രിയിലും ലാർക്കിന്റെ എക്സോട്ടിക്, പിന്നെ ഇതിൽ ഒരു നല്ലൊരു സൈസ് ബ്രാല് പിടിച്ചേക്കുന്നത് പ്രൊഗിയുടെ എംബററിലാണ്. ബാക്കിയെല്ലാം ലാർക്ക് ഉപയോഗിച്ച് പിടിച്ചേക്കണേ. ഈ അത്യാവശ്യം എല്ലാ ഹാൻഡ് മെയ്ഡ് ഫ്രോഗുമേ നന്നായിട്ട് മീൻ അടിക്കൂട്ടാ. പിന്നെ ഇന്ന് ഞങ്ങൾ യൂസ് ചെയ്തത് മൊത്തം ലാർക്കാന്ന് മാത്രം. നല്ല ഉത്തപ്രേഷ്യം ഉണ്ട്. സാറിന് ഉച്ചയ്ക്ക് അടിച്ചില്ലെങ്കിലും രാവിലെ അടിച്ചില്ലെങ്കിലും ഉച്ചയ്ക്ക് നന്നായിട്ട് അടിച്ച്. അപ്പം മല്ലൂസം നമ്മൾ വൈൻഡപ്പ് ചെയ്യാണ്. അടിപൊളി ദിവസമായിരുന്നു ഇന്നും നമുക്ക് തന്നേക്കണം നമ്മുടെ. അപ്പോൾ എല്ലാവരും ഉണ്ട്, ഹാപ്പിയാണ്, വളരെ ഹാപ്പിയാണ്. നമുക്ക് ഉച്ച കഴിഞ്ഞിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉച്ച കഴിഞ്ഞിട്ട് മീനടിക്കൽ ഷോക്കാണ്. നമ്മളിപ്പോൾ വെറുതെ മീനും ടയേർഡാണ്, നമ്മളും ടയേർഡാണ്, ഓവർ ടയേർഡായി പോയി. ഇന്ന് കഴിച്ച ഫുഡും ശരിയല്ലായിരുന്നു. പിന്നെ
ഭയങ്കര പുള്ളിക്ക് ആകെ ഒന്നും ഒരു 100 ഗ്രാമിന്റെ ബ്രാലി വലുത് അടിക്കാറില്ല. ആദ്യമായിട്ട് നമ്മൾ കഴിഞ്ഞ ദിവസം വന്നാലും കൂടുതൽ എണ്ണ കൊണ്ട് വലിപ്പുണ്ട് എണ്ണയുടെ ഒന്ന് ആരെങ്കിലും എന്നെ കൈമാക്കാൻ അപ്പൊ നീ അല്ല പറഞ്ഞൊന്നും മറന്നുമില്ല. അപ്പൊ നല്ലോണം നല്ല ഇതാന്നൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞില്ല. 16 അപ്പൊ പിന്നെ വേറൊരു കാര്യം കഴിഞ്ഞ എപ്പിസോഡിൽ നിങ്ങൾ കണ്ട ലാർക്കിന്റെ ടീഷർട്ട് കണ്ടോ? ടീഷർട്ട് പാർട്ണറായിട്ട് പറയുന്നില്ല, ഇങ്ങനത്തെ ഒരു അജത്തുള്ള കാക്കാന് നമ്മുടെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. ഒരു മീനടിച്ച് അങ്ങോട്ടോടും മീനടിച്ച് ഇങ്ങോട്ടോടും. പുള്ളിക്കാണ് ഏറ്റവും കൂടുതൽ സ്ട്രൈക്കൊക്കെ കിട്ടിയാട്ടോ, ഓടിയിരുന്ന് അറിയായിരുന്നു. എനിക്ക് 14 അടിച്ചു. രാവിലെ വന്നപ്പോ ഒരു മീൻ അടിച്ചിട്ടുണ്ടായില്ല, പിന്നെ ചറ പറയാറ്, പിന്നെ ജീവൻ ഉണ്ടായില്ല സത്യം പറഞ്ഞാൽ. ഉച്ച വരെ ആകെ ഒരു സ്ട്രൈക്ക് കിട്ടിയിട്ട് അഹങ്കാരം കണ്ടു കഴിഞ്ഞാൽ ഇത് പിടിച്ച് മൊത്തം പുള്ളിയുടേതില്ല. സാറ് ഒരൊറ്റ എണ്ണം നടന്നില്ല. എനിക്കും തോന്നല കേട്ടോ, നാടനില്ല ഒരെണ്ണം നടന്നില്ല. ഏക ക്രോസും വിയറ്റ്നാമാണ്. ഒരു ചേർട്ടോ ബാക്കിയൊക്കെ ബ്രാല്. കുഷ്ടം പിടിച്ചോളത്തെ ചെറനായി പോയിട്ടാ. കുഷ്ടം പിടിച്ചോളത്തെ ചെറാനാണല്ലോ. പിന്നെ ലാർക്കിന്റെ കഴിഞ്ഞ ആഴ്ചയിൽ നിങ്ങൾ ലാർക്കിന്റെ ടീഷർട്ട് ഉണ്ടാവും, നമ്മുടെ നസീർ ഇട്ടാണ് ഫിഷിംഗ് പോയിന്റ് നസീർ ഇട്ടാണ് ടീഷർട്ട് ഉണ്ടാവും ലാർക്കിന്റെ. അപ്പൊ നസീർ ഇട്ടാണ് ടീഷർട്ട് ഉണ്ടാവും. അപ്പൊ എനിക്ക് പിന്നെ അത് വാങ്ങിക്കണമെന്നൊരു ത്രില്ല് തോന്നിയിട്ടില്ല. ഇത്തവണ ഞാൻ കഴിഞ്ഞ ആഴ്ച ഓർഡർ കൊടുത്തു. ഈ വലിയ തെറ്റില്ലാത്ത ടീഷർട്ടായിട്ട് തോന്നി. പിന്നെ അത് മാത്രമല്ല മാസ്ക് ഉണ്ട്, തൊപ്പിയുണ്ട്, ക്യാപ്പുണ്ട് ഒക്കെ കൂടി ഉള്ളതാണ് കേട്ടോ ലാർക്കിൻ്റെ. അപ്പോൾ ഞാൻ അതുകൊണ്ട് ഇത് ബുക്ക് ചെയ്തു. അപ്പോഴാണ് ലാർക്കിൻ്റെ ഫ്രോഗ് 4 2 സക്സസ് ആണ്. സക്സസ് എന്ന് പറഞ്ഞാൽ ഒരു കാര്യം കൂടി പറയാം. ഫ്രോഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ഫ്രോഗിലും നമ്മൾ ആക്ഷൻ ഇല്ല. സ്പിന്നർ ഉണ്ടെങ്കിൽ ചെറിയൊരു ആക്ഷൻ കൊടുത്താണെങ്കിൽ ഏറ്റവും ബെറ്റർ. സ്പിന്നർ ഉണ്ടെങ്കിൽ പോലും നമ്മൾ ആക്ഷൻ കൊടുത്തില്ലെങ്കിലും ഒരുവിധപ്പെട്ട ഫ്രോഗിലൊക്കെ അടിക്കും. പക്ഷേ നമുക്ക് ലോങ് കാസ്റ്റ് കിട്ടണം, പിന്നെ ലോങ് കാസ്റ്റ് കിട്ടണം, ബാക്ക്ലാഷ് കയറാതെ ലോങ് കാസ്റ്റ് കിട്ടുക എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത്. ചെറിയ ഫ്രോഗിൽ ലോങ് കാസ്റ്റ് കിട്ടുക എന്നുള്ളതാണ് നോക്കേണ്ടത്. അതിൽ നമുക്ക് ലാർക്കിൻ്റെ ബേബി ടൈഗർ സക്സസ് ആയിരുന്നു 9 ഗ്രാം. ബാക്ക്ലാഷ് കയറാതെ മാക്സിമം 80% നമുക്ക് സപ്പോർട്ട് ചെയ്ത സാധനമായിരുന്നു. പിന്നെ അതുകൂടാതെ 8 ഗ്രാമിൻ്റെ 4.5 ഗ്രാമിൻ്റെ മാക്രി ഇന്ന് നമ്മൾ ഉപയോഗിച്ചു. പേര് നല്ല പേരല്ലേ, മാക്രി ഇന്ന് ഉപയോഗിച്ചു. കഴിഞ്ഞ വീഡിയോയിലും ഉപയോഗിച്ചിട്ടുണ്ട്. കഴിഞ്ഞ വീഡിയോയിൽ കുറച്ചാണ് നമ്മൾ ഉപയോഗിച്ചുള്ളൂ. പക്ഷേ അതിൽ മാക്രീനെ പിടിച്ച ഒരു ഇതൊക്കെ കണ്ടായിരുന്നു നിങ്ങൾ. ഇത് ഇന്ന് നല്ല ചങ്കൻ അടിപ്പം ബ്രാലും കിട്ടി. പിന്നെ അത് മാത്രമല്ല എയർ കട്ട് ചെയ്തിട്ട് പോകാനുള്ള ഷേപ്പുള്ളതുകൊണ്ട് ഫ്രോഗിൽ നല്ല അടിപൊളിയായിട്ട് നമുക്ക് കാസ്റ്റ് ചെയ്യാൻ നല്ല തൃപ്തനാണ് കേട്ടോ. അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളിയാണ്. അത് ഫ്രോഗിൻ്റെ ഷേപ്പ് പറയും. ഇപ്പോൾ ലാർക്കെന്ന് വേണമെന്നില്ല, ലാർക്കല്ലാതെ വേറെ ഏത് കമ്പനിയാണെങ്കിലും ആ ഷേപ്പിൽ ഫ്രോഗ് വന്നു കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും. എയർ കട്ട് ചെയ്തിട്ട് നമുക്ക് ലോങ് കാസ്റ്റ് ചെയ്യാൻ പറ്റും. അതൊക്കെയാണ് ഭയങ്കര സക്സസ്. അതുകൊണ്ടാണ് ലാർക്കിൻ്റെ 4 പീസ് എടുക്കാൻ കാരണം. നമുക്ക് യോജിച്ചതാണെന്ന് തോന്നിയതിൻ്റെ പേരിൽ. അപ്പം ടീഷർട്ടും വലിയ കുഴപ്പമില്ലാന്നാണ് എനിക്ക് തോന്നണേ. പക്ഷേ എനിക്ക് ചേരൂലൊന്നും നോക്കില്ല, നമ്മളങ്ങോട്ട് എടുത്തു. ചെറിയ ചേറല്ല കേട്ടാ. പുള്ളി ചേറിനെ കിട്ടിയപ്പോൾ രോഗം പിടിച്ച ബ്രാലിനെ കിട്ടിയിരുന്നു. കണ്ടല്ല. അപ്പൊ നല്ലൊരു ചേറാ, സൈസ് ചേറ്. പൊളി സാധനം ട്ടാ. ചെറിയ സാധനം ഒന്നല്ല. ബാക്കിയുള്ളതൊക്കെ ഒരു മീഡിയം ടൈപ്പ്. ഇത്തവണ സൈസ് സാധനങ്ങളാണ് കിട്ടിയേക്കണേ. ചേറ് നമ്മുടെ സുഹൃത്ത് പിടിച്ചേണേ. ബ്രാല് ഒരെണ്ണം നമ്മളെ ഇതിലത്തെ വലുത്, ഒരെണ്ണം സുഹൃത്ത് തന്നെ. മങ്ങളൊക്കെ കൂടി അങ്ങോട്ട് വേട്ടയാടി നിന്ന് അടിച്ച് പൊളിച്ച് ടയർഡായാലും കുഴപ്പമില്ല. ഇന്ന് വളരെ 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 ഹാപ്പിയിലാണ് നമ്മൾ. കണ്ടാ പൊള്ളി സാധനം എന്ന് പറഞ്ഞാൽ പൊള്ളി സാധനം. മീനടി നിന്നപ്പോൾ തലവേനെടുത്ത മനുഷ്യൻ നേരം അവിടെ അറിയണം ഇവിടെ അറിയണം എന്നൊക്കെ പറഞ്ഞാണ്. കുറച്ച് അടി നിന്ന് കഴിഞ്ഞപ്പോൾ തലവേനെടുക്കുന്ന പോകാറുണ്ട്. എൻ്റെ ലൂസായി പോട്ടോക്കാ, എൻ്റെ ലൂസായി പോവാണ്. ഇവൻ ആരാ നോക്കി. ചെറിയ ടെലസ്കോപ്പിക്കിൻ്റെ ചൂണ്ടയൊക്കെയായിട്ട് അവൻ ഇറങ്ങിയേണ്ട. ഭാവിയിൽ വലിയൊരു മീൻപിടുത്തക്കാരനാവട്ടെ. ഭാവിയിൽ മീൻപിടുത്തം മാത്രം പോരാട്ടാ, പഠിക്കുകയൊക്കെ ചെയ്യണം കേട്ടാ. നോക്കിയേ ഒരു ഹായ് പറഞ്ഞേ. എന്താ കുഞ്ഞ് പ്രോഗ്രാമല്ല.
ആണോ സൈഡ് ചേർത്ത് വലിക്കുക അപ്പം മീനടിക്കും ഫ്രോഗ് വലിക്കും വേണ്ടല്ല ഒഴുക്കില്ലാത്ത സൈഡിൽ കൂടെ നല്ല അന്തരീക്ഷമായിട്ട് നിന്ന സമയം ഇതാണ്ടോ അതൊക്കെ നോക്കി നല്ലൊരു മഴ കയറി നോക്കിയേ ബ്ലാങ്ക് മൂഡ് ഒരു വയലറ്റ് കളർ വൈറ്റ് പുക പോലെ വന്നാണ് അത് മഴയാണ്ടോ അതും കൂടെ കയറൂടാ വെറും വൈറ്റായിട്ട് കാണണമെങ്കിൽ അത് മഴയായിരിക്കും ഞാനത് നമ്മുടെ സ്വന്തം നിരീക്ഷണത്തിൽ നിന്ന് മനസ്സിലാക്കിയാണ് എന്താ പറയുക വേറെ ഡിസൈനൊന്നും കാണാൻ പറ്റില്ല മഴത്തുള്ളികളുടെ ഇടയിൽ കൂടെ വേറെ ഡിസൈനും മേഘങ്ങളുടെ പുകകളൊന്നും കാണാൻ പറ്റാത്ത കാരണം മഴയാണ് ഇപ്പോൾ നമ്മൾ ആ മഴയുടെ ഉള്ളിലേക്ക് പോകാൻ പോണേ അല്ല അവിടെയാണ് നമ്മുടെ സ്ഥലവും അപ്പോൾ ഇപ്പം തന്നെ കിട്ടുന്ന മഴ വെക്കാം നമ്മുടെ ഇതിലുള്ള ഇത് അന്യായ സ്നാപ്പാണ് ആ ഉണ്ട് ഇത് അന്യായ കൂടുതലാണ് ഗ്രീനില്ലേ അത് ലോക്കായിട്ടാണ് സഫറുദ്ദീൻ ഞങ്ങൾ ഷോപ്പ് നോക്കണം അങ്ങനെ ഉണ്ടോ ആ വള്ളി ഏതെങ്കിലും ചുറ്റെടുത്തു നമ്മുടെ വളർന്നു തന്നെ ചൂണ്ടക്കാരണ്ട അതിന്റെ റീലൊക്കെ സെറ്റ് ചെയ്ത് കൊടുത്താ വഴിയരിയിൽ കണ്ടതാട്ടോ വഴിയരിയിൽ കണ്ടതാണ് ഉമ്മാടെ ഇങ്ങനെ ചെളി കൂടെ ഇറങ്ങണ ഇവിടെ ആ മൂർക്കനെ കണ്ടത് ആ വീഡിയോയിൽ കാണല്ലേ മൂർക്കൻ മട്ടൻ ചാടി ഇതിലേക്കാ പോണേ ഇവിടുന്ന് വെള്ളത്തിൽ കൂടെ ഇതേ ഇത്ര വലിയ ലീഡേഴ്സ് ഇവർ കിട്ടിയതിനാ ഈ ഫ്രോഗിനും കറക്റ്റ് ആക്ഷൻ കിട്ടില്ല ആക്ഷൻ കിട്ടൂല ഓയ് അടിച്ചണ്ട് മീഡിയം ആ ഒരുവിധം വലുതാ അപ്പോൾ നമ്മുടെ എവിടുന്നാ ചിറ്റേത്തുകരയെന്ന് സുഹൈൽ വന്നിട്ടുണ്ടല്ലോ നമ്മുടെ സുഹൃത്ത് സുഹൈൽ വന്നിട്ട് ആ പോയി അയ്യോ തവള ഉണ്ടായിരുന്നിട്ടാ അത് ചാടിപ്പോയി നിങ്ങളെ കാട്ടിത്തരാൻ വേണ്ടി എന്താ കണ്ടില്ലേ ചിറ്റേത്തുകരയെന്ന് അത്രയും ദൂരം കാർ ഓടിച്ച് ഇവിടെ വന്നിട്ട് കിട്ടാതെ കിട്ടി ഉച്ച വരെ നിന്നിട്ട് കിട്ടിയ സാധനമാണ് തവളയിൽ തവള ചെറിയ കമ്മ ബാക്കിലിട്ട് അതിലാണെങ്കിൽ അടിക്കും അതിലാണെങ്കിൽ കയറും ആ പോയിൻ്റാ സാറ് നല്ലൊരു ബ്രാലടിച്ചാണ് കേട്ടോ പൊളപ്പൻ ബ്രാലാണ്ടോ മാഷ അങ്ങനെ പൊക്കി വലിച്ചു കയറുന്ന ബ്രാല് സൈസ് സാധനം ഓ കരിയിട്ടി എന്നാ ആദ്യം അതിൻ്റെതേക്ക് പിടിക്കുക അല്ലെങ്കിൽ പിടച്ചു കഴിഞ്ഞാൽ മൊത്തം പോകും കണ്ടോ നിനക്കടിക്കേണ്ട സാധനമായിരുന്നു ആ സാധനം ഫ്രോഗ് എൻ്റെ ഫ്രോഗ് അടികളാണ് തള്ളിക്കളയാന്നേ ഞാൻ പറഞ്ഞില്ലേ ചെറിയ ഫ്രോഗാണെങ്കിൽ അത് കയറുമെന്ന് പറഞ്ഞില്ലേ കൂടി കയറിയായിരുന്നു ബ്രാലും മാക്രിയിലായിട്ട് കയറിയണേ ഞാൻ ഫ്രോഗ് ഏതാണെന്ന് കണ്ടില്ലായിരുന്നു അപ്പം എൻ്റെ കയ്യിൽ ടൈഗർ ഇട്ട് കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു 2-3 തള്ളിക്കളിച്ചലായിരുന്നു ഞാൻ ഓർത്തു ചെറിയ ഫ്രോഗാണെങ്കിൽ കയറിയത് പക്ഷേ ടൈഗറിനകത്താക്കാനുള്ള ടൈഗറല്ല ബേബി ടൈഗറിനകത്താക്കാനുള്ള ബ്രാലുണ്ടായിരുന്നു പക്ഷേ മാക്രിയിലാണ് അവൻ കയറിയത് അപ്പോൾ നമ്മൾ ആ ബ്രാലി പോയിട്ടോ ആ പോയിട്ടില്ല എങ്ങോട്ടും നീങ്ങണ കണ്ടില്ലല്ലോ മരവിച്ചെടുക്കായിരിക്കും കവർ കീറിപ്പോയി എന്നാ പോട്ടെ എന്നാലും കയറിയില്ല ഇവിടെ അത് തന്നെ കയറിയിട്ടല്ലേ പോയത് അയ്യേ അതെന്താ സാറിൻ്റെ കവറിനെ ആ കൊല്ലിണ്ടായിരുന്നില്ലേ സിലോപ്പി നല്ല അല്ലാതെ
ഇത് നേരല്ലാതെയാ ചോദിച്ചു നോക്കിയേ വേണ്ട നേരാണ്. സിലോപ്പി നല്ലോണം അടിക്കുന്ന സമയം ഇല്ലിയുടെ അവിടെ ഇല്ലിയുടെ ആ സൈഡിൽ കൂടെ കാട്ടി കൂടെ പോയിട്ട് പുള്ളിക്ക് സിലോപ്പിനെ കിട്ടി, വലിയ സിലോപ്പിനെയും ആരോനെ കിട്ടി. ആ നേരെ നേരെ കണ്ടെത്തി തോട്ടി ചാടിപ്പോയി ഇത്രയും താഴ്ന്നു പോയി. ആ 2 കാലുമേ അത്രയും ചെളിയിരിക്കുന്നത് ഷോക്സ് ഇട്ടാൽ മതി. അത് രാവിലെ തന്നെ നമുക്ക് ചൂണ്ടാൻ പോകാന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞു രാവിലെ ഞാൻ ഒരു കേട്ടോ ഫ്രോഗലല്ല ഈ സാധനമല്ല, രാവിലെ തന്നെ പോകണം. ആ സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ കിട്ടുമെന്ന് പറഞ്ഞു പുള്ളി രാവിലെ തന്നെ ജനൽക്കൊന്ന് മുട്ടാൻ നേരത്ത് ഞാൻ പേടിച്ചു പോയി. തുറന്നു കഴിഞ്ഞപ്പോൾ ഈ അളിയൻ ദേഷ്യം വന്നിട്ട് വെളുപ്പിന് 5:30 അതായിട്ട് ഞാൻ പുറത്തേക്ക് ഇറങ്ങി വന്നിട്ടിപ്പം പുറത്തത്തെ ലൈറ്റ് ഇട്ടുള്ള പുറത്തിറങ്ങി കഴിഞ്ഞാൽ വെള്ള കാലുമേ ഷോക്സ് ഇട്ടേക്കാണ്. ഷൂ ഇല്ല ഷോക്സ് ഇട്ടിരിക്കണ് അപ്പോൾ പുറത്ത് ലൈറ്റ് ഇട്ട് നോക്കുകയാണ്. ലൈറ്റ് ഇട്ട് നോക്കിയപ്പോൾ ആ ചെളി അങ്ങനെ ഉണങ്ങിയിരിക്കുന്നത്. എൻ്റെ പൊന്നെ അവിടെ പോയി കിടന്നുറങ്ങിയേ. സുഹൃത്തുക്കളൊന്നും വലിയ സെറ്റപ്പ് ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. നമ്മൾ വന്ന സ്ഥലത്തെന്ന് പറഞ്ഞാൽ 3 ആഴ്ചയായിട്ട് അടിച്ച് പൊളിച്ച് മീൻ പിടിച്ച സ്ഥലത്തുണ്ടല്ലോ ഭയങ്കര മോശാവസ്ഥയായിപ്പോയി. എന്ന് പറയുമ്പോൾ വെള്ളം തീരെ നല്ല ഹൈറ്റിൽ ഈ റോഡിൻ്റെ മേളിൽ വെള്ളം വന്നിട്ട് ഇറങ്ങിപ്പോയതാണ്. അത് കഴിഞ്ഞിട്ട് വെള്ളം മൊത്തം അപ്ഡേറ്റ് ആയതിൻ്റെ പേരിൽ മീൻ ഏതോ ഒരു ഭാഗത്തേക്ക് പോയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കുറേ കറങ്ങി മീനൊന്നും കിട്ടിയില്ല. 3 മീനെ കിട്ടിയുള്ളൂ. അതിൽ ഒരെണ്ണം കവർ പൊട്ടി നിലത്തേക്ക് വെള്ളത്തിലേക്ക് പോയി. സാറിന് ഇത് പറഞ്ഞു. അപ്പോൾ അങ്ങനെ നിൽക്കുന്നത് നമ്മുടെ 2 മാസം ഞാൻ ചികിത്സയിൽ കിടന്നില്ലേ. 2 മാസം എൻ്റെ ഡിസ്ക് കംപ്ലൈൻ്റ് ആയിട്ട് ചികിത്സയിൽ കിടന്നായിരുന്നു. 2 മാസത്തോളം ചികിത്സയിൽ കിടന്നത്. അത് നമ്മുടെ ഇവിടെ ചിറ്റേത്തുകര ഈ വൈദ്യൻ്റെ അടുത്താണ്ടാ ഗുരുക്കളുടെ അടുത്താണ്. പ്രായം കൊണ്ടും ചെറുതാണെങ്കിലല്ല ആൾ പൊളിയാട്ടാ. എൻ്റെ ഡിസ്ക് ക്ലിയർ ചെയ്ത് പുള്ളിയുടെ അടുത്ത് തന്നെ പിന്നെ അടിപൊളി.